തളിപ്പറമ്പിലെ വിമത സ്ഥാനാർത്ഥി കൊയ്യം ജനാർദ്ദന അന്ത്യശാസനം. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നാണ് മുന്നറിയിപ്പ്. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊയ്യം ജനാർദ്ദൻ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കും. അത്ര തന്നെ. പിൻവലിക്കാൻ 5 മണി വരെ കാത്തിരിക്കും. ഇല്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അർജുൻ കല്യാട വിവരങ്ങളുമായി. അർജുൻ, കൊയ്യം ജനാർദ്ദൻ വഴങ്ങാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ശക്തമായി പ്രതികരിച്ചു തുടങ്ങി. ഇതുവരെ അനുനയ ശ്രമങ്ങളായിരുന്നു. തീർച്ചയായിട്ടും സ്മൃതി, കൊയ്യം ജനാർദ്ദനൻ പത്രിക പിൻവലിക്കാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല. കൊയ്യവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നാളെ അവർ പത്രസമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ പര്യടന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കൊയ്യം ജനാർദ്ദനൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ഒരു അന്ത്യശാസനം നൽകുകയാണ്. ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. ആ സമയം വരെയും പത്രിക പിൻവലിക്കാൻ കൊയ്യം ജനാർദ്ദനന് അവസരമുണ്ട്. അതിനുശേഷവും ഈ പത്രിക പിൻവലിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും കടുത്ത നടപടികൾ ഉണ്ടാവും, പാർട്ടിയിൽ നിന്നും പുറത്താകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പത്രിക പിൻവലിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും പാർട്ടിയിൽ പുറത്താക്കും എന്നുള്ളതാണ് ഉറച്ച ഒരു തീരുമാനം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ കൊയ്യം പറയുന്നത് ഇപ്പോഴും പത്രിക പിൻവലിക്കാൻ തയ്യാറല്ല. താൻ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാക്ക്, ആ വാക്ക് പാലിക്കുമെന്ന് തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് കൊയ്യവും വ്യക്തമാക്കുന്നത്. സ്മൃതി, ശരി.